ഓർഡറില്ലാതെ ചെയ്യില്ല, അവരൊക്കെ വലിയവരാണ്. നബിമാർക്ക് വഹി മുഖേനയാണെങ്കിൽ ഔലിയാക്കന്മാർക്ക് ഇൽഹാം മുഖേന കിട്ടും ഓർഡർ. ഇങ്ങനെയാണ് ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. വഹി മുഖേനയല്ല, വഹി അമ്പിയാക്കൾക്കേ ഉള്ളൂ, ഔലിയാക്കന്മാർക്ക് ഇൽഹാം ഉണ്ടാവും. അങ്ങനെ ഇദ്ദേഹം എന്ത് പറഞ്ഞു, ഈ കുത്തുബ് ദുആ ചെയ്യാൻ പറഞ്ഞത് പറ്റൂലെന്ന് പറഞ്ഞില്ലേ, അതിൽ സങ്കടപ്പെട്ട് അവിടുന്ന് പുറപ്പെട്ടു എടുക്കാൻ പോയത് അറിയാം, ഫലസ്തീനിലെ ഹറം ഖലീലിലേക്ക് ഡമസ്കസ് ലക്ഷ്യം വെച്ചുകൊണ്ട് പോവുക. ഈജിപ്തിൽ ഇനി രക്ഷയില്ല, എന്നാ പിന്നെ എവിടേക്കോട്ടെ സിറിയ പോവുക എന്നുള്ള ആൾക്ക്. പോകുന്ന വഴിയിൽ ഹറം ഖലീലിലെത്തുമ്പോൾ ഈ മഹാനവർകൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് സലാം പറഞ്ഞു, ഉപ്പാപ്പ നിങ്ങളെ സിയാറത്തിന് വന്നതാ, ഞാൻ പോകുന്ന വൈക്കുന്ന്. സിയാറത്തിന് വന്നവനെ വിരുന്ന് സൽക്കരിക്കാന്ന് പറയാൻ മാന്യന്മാരുടെ പതിവാണ്. മാന്യന്മാരുടെ മാന്യനായ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി അതിഥികളെ സൽക്കരിക്കുക എന്നതാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം. ഒരു അതിഥിയെ കിട്ടിയില്ലെങ്കിൽ അന്ന് അദ്ദേഹം പട്ടിണി കിടക്കുന്ന, ഭക്ഷണം കഴിക്കാതെ ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടന്നാലും ഒരു വിരുന്നുകാരനെങ്കിലും കൂടെ ഇല്ലാതെ ഭക്ഷണം കഴിക്കൂല. അത്ര വലിയ അതിഥി സൽക്കാരം പറയാനാ. ഇയാൾ സിയാറത്തിന് എന്ന ആളെന്താ പറഞ്ഞറിയോ, ഞാൻ തങ്ങളടുത്ത് വിരുന്ന് എന്ന അതിഥിയാണ്, എനിക്കുള്ള വിരുന്ന് സൽക്കാരമായി ഈജിപ്തുകാരുടെ കഹത്ത് നീ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഷഫാത്ത് ചെയ്യണം. ഞങ്ങൾക്കല്ലേ മുടക്ക്, നിങ്ങൾക്ക് ആ മുടക്ക് പറയല്ലോ, ഞങ്ങളോട് തുറന്നുകൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി ദ്വാരക്കാർക്ക് നിവർത്തിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്റെ സൽക്കാരം വിരുന്ന് എന്ന നിലക്ക് ഈജിപ്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം എന്നാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഷഫാഅത്ത് ചെയ്തു അന്ന് പെയ്തുമായ ഈജിപ്തില്. ഔലിയാക്കന്മാരോടും ദ്വാരന്നൂടാന്ന് പറഞ്ഞു, ദ്വാരന്നൂടവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അടച്ച ബാബ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഷഫാഅത്ത്. അപ്പൊ എവിടെ നിന്ന് ആ ഖബറിന് കൃത്യമായിട്ട് പറയാൻ കഴിയോ? ഒന്നും പറയാൻ കഴിയില്ല. ഏകദേശം മതിയടോ, അത്ര മതീന്ന് ഉറപ്പായിട്ട് വലത്തോട്ട് തുപ്പാത്ത ആളുകളുടെ റിവായത്തിലൂടെ സ്ഥിരപ്പെട്ടത് ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യമനില് ആരുണ്ട്? ഹൂദ് നബി അലൈഹിസ്സലാം. ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ മഖ്ബറ ആരാ കണ്ടേ? ഞങ്ങളൊന്ന് പറഞ്ഞാണി, അതിനൊരു സഹിയായ റിവായത്ത് ഒന്ന് കാണിച്ചെന്നാണി. ബുഖാരിയിൽ വേണ്ട, മുസ്ലിമിൽ വേണ്ട, സിയാസത്തിലെങ്കിലും ഒന്ന് കാണിച്ചെന്നാണി. ഉണ്ടോ? ഇല്ല. ഒരൊറ്റ വലത്തോട്ട് തുപ്പണ ഹദീസുമില്ല, ഇടത്തോട്ട് തുപ്പണ ഹദീസിലുമില്ല, ഒരു ഹദീസിലുമില്ല. അതല്ലേ രസം? ഒറ്റ ഹദീസിലുമില്ല. പക്ഷേ ലോകത്ത് മശ്രിഖ് മഗ്രിബിടയിലുള്ള 10,000 പ്രശസ്ത പണ്ഡിതന്മാർ യമനിൽ കൊല്ലം തോറും ഒരാഴ്ച ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉറൂസ് കൊണ്ടാടുകയും അവിടുത്തെ ഖബർ ഷരീഫ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വലിയ ഖബറിന്റെ രൂപമുണ്ട് അവിടെ, വലിയ ഖബർ. അങ്ങനെയാണല്ലോ. ഏത് ആദ് ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നല്ലോ ബഹുമാനം ഹൂദ് നബി അലൈഹി ഇസ്ലാം. അങ്ങനെയുള്ള ഒരു വലിയ, എന്നാലും ആ പറഞ്ഞതിൽ വേറുണ്ട് അല്ലേ? അതിലിപ്പോ എത്രയേ ഉള്ളൂ? വലിയ ആളാരാ? ആദം നബി അലൈഹി ഇസ്ലാമല്ലേ? ആദം നബി ഇസ്ലാം എത്ര മുഴം ഉണ്ടായിരുന്നു? 60 മുഴം. ആദം നബി അലൈഹി ഇസ്ലാം 60 മുഴം ഉണ്ടായിരുന്നു. അതിലും മേലെ വലുപ്പം പിന്നെ ആരും വന്നിട്ടില്ല. പിന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലത്തോട്ട് തുപ്പാത്ത ഹദീസുള്ളത്. തമാശ ഉണ്ടോ? ഞാൻ പറയുന്ന കാര്യമാണ്. സഹിയായ ഹദീസ് എന്നാ പറഞ്ഞതിന് മാന. അപ്പോ സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ആദം നബി അലൈഹി ഇസ്ലാമിന് 60 മുഴം. അതിന്റെ കീഴ്പ്പെട്ടുള്ളതൊക്കെ എത്രയുള്ളൂ? 60 കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 60 തന്നെ ഉണ്ട് കുട്ടിക്കോളി. ഇന്ന് അവിടെ 60, 70 ഒക്കെ ഉള്ളൂ. 60, 70 ഒന്നുമല്ല ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറിന്റെ വലിപ്പം. 60, 70, 80, 100 മുഴമല്ല. 100 മുഴമല്ല. അത്ര വലിയൊരു ഖബർ അവിടെ ഉണ്ട്. അതൊക്കെ ആളെ വലുപ്പാണോ അല്ലാത്തതാണെന്ന് നമ്മൾക്കറിയില്ല. പക്ഷെ യുഖാലു ഇന്നഹു ഖബർ ഹൂദ് അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറാണെന്ന് പറയപ്പെടുന്നു. അത് ഹദീസിലൊന്നുമില്ല. അങ്ങനെ പാരമ്പര്യമായി വിശ്വസിക്കപ്പെടുന്നു. പാരമ്പര്യമായി അങ്ങനെ വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ ലോകത്തുള്ള ലക്ഷക്കണക്കായ മുഅ്മിനുകൾ, ആയിരക്കണക്കായ ലോകപ്രശസ്ത ഉലമാക്കള് അവിടെ വരികയും ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ സിയാറത്ത് ചെയ്യുകയും അവരുടെ പുണ്യം നേടുകയും
അവരൊക്കെ അത് ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ ഖബറാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിലവിടെ റിവായത്തുണ്ടോ? പണ്ട് ഇവര് ചോദിച്ചേക്ക് രണ്ട് വേണ്ട ഒന്നുണ്ടോ, സഹീഹ് വേണ്ട ലഈഫുണ്ടോ? ഒന്നുമില്ല. പിന്നെന്താ? പാരമ്പര്യമായി അങ്ങനെ വിശ്വസിച്ചു വരുന്നു. ആ വിശ്വാസത്തോടുകൂടി നിങ്ങൾ പോയിട്ട് അവിടെ സിയാറത്ത് ചെയ്താൽ ഹൂദ് നബി അലൈഹി സ്വലാമിനെ സിയാറത്ത് ചെയ്ത് എല്ലാം ഒന്നും കിട്ടോ? ഹൂദ് നബി അവിടെ ഉണ്ടെങ്കിലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല. എന്താ? മുസ്ലിം ഉമ്മത്ത് അങ്ങനെ പാരമ്പര്യമായി വിശ്വസിച്ച് പോകുന്നത് കൊണ്ട് മായറാഹുൽ മുസ്ലിമൂൻ ഹസനമോ എന്തുമായി ഹസനും തന്നെ മുസ്ലിങ്ങൾ പാരമ്പര്യമായി ഒരു കാര്യം നല്ലതായി വിശ്വസിച്ച് അംഗീകരിച്ചു പോരുന്നത് അള്ളാഹും അങ്ങനെ തന്നെ. അതുപോലെ എവിടെയൊക്കെ ഉണ്ട്? നമ്മളെ നാട്ടിൽ കൊല്ലത്ത്, കൊയിലാണ്ടി കൊല്ലത്ത് ഒരുപാട് സഹാബാക്കളുടെ ഖബർ ഷരീഫ് ഉണ്ടെന്ന് പറയപ്പെടുന്നു, അല്ലേ? ഒന്നിനെങ്കിലും തെളിവുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ഒന്നിന് തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ഒറ്റ ഒന്നിന് കൊയിലാണ്ടി കൊല്ലത്ത് ഇന്ന് സഹാബിയുടെ ഖബറുണ്ട് എന്ന് കൃത്യമായി ഒരു രേഖ, ഹദീസൊന്നും വേണ്ട, ചരിത്രപരമായ ഒരു രേഖ കൃത്യമായി ആർക്ക് കളിക്കാൻ കഴിയും? മഹാന്മാരായ ഔലിയാക്കന്മാർ, മഹത്തുക്കളായ ഔലിയാക്കന്മാർ പറയുന്നു ഇന്നതും 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 സഹാബത്തിന്റെ ഖബർ ഷരീഫുകളാണ്. അത് തന്നെ തെളിവ്, വേറൊന്നുമില്ല. ഔലിയാക്കന്മാരാവുന്ന മഹത്തുക്കൾ, ആദരണീയന്മാർ പറയുന്നു കൊയിലാണ്ടി കൊല്ലത്ത് ധാരാളം സഹാബാ കിറാമുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്, അവരുടെ ഖബറുകളാണ് ഇതൊക്കെ. അവർ ഔലിയാക്കന്മാർ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ, മഹാന്മാർ ആണ്. അവര് വെറുതെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കൂല. അതുകൊണ്ട് അള്ളാഹു ആദരിച്ച മഹാന്മാരായ ഔലിയാക്കന്മാർ പറഞ്ഞ വാക്കല്ലാതെ മറ്റൊരു രേഖയും നമ്മുടെ കയ്യിലില്ല. എന്നാലും കൊയിലാണ്ടി കൊല്ലത്ത് പോയി സഹാബത്തിനെ സിയാറത്ത് ചെയ്യുകയാണെങ്കിൽ സഹാബത്തിനെ സിയാറത്ത് ചെയ്ത പുണ്യം ആ ചെയ്ത സിയാറത്തിന് പോയവർക്കൊക്കെ കിട്ടും. അതിന് ചരിത്രരേഖയോ ഹദീസോ ഒന്നും തെളിവ് വേണ്ട. പാരമ്പര്യമായി ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന ഔലിയാക്കന്മാർ അങ്ങനെ പറയുന്നു ആണ് അതിന്റെ തെളിവ്. സമീപകാലത്ത് വരെ പാറപ്പള്ളി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഇന്നും ജീവിച്ചിരിക്കുന്ന മഹാനാണ്, അറിയാമല്ലോ. പറ്റുണ്ടോ? പറ്റില്ല. മഞ്ചേരി അടുത്താണ് പൊന്നുചങ്ങന്മാരൊന്നും കണ്ടുകൊള്ളി മരിക്കാൻ വയസ്സായിരുന്നു. കണ്ടാ നല്ലതാ. വലിയ മഹാനാണ്, വലിയ മഹാനാണ്, ആലിമാണ്, സൂഫി വര്യനാണ്, എല്ലാവരാലും ആദരിക്കപ്പെടുന്ന. അവർക്കൊരു കക്ഷിയും ഗ്രൂപ്പും ഒരു തേങ്ങന്റെ മൂടുമില്ല. ഇബാദത്തും സിയാറത്തും ഒക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു നല്ല മനുഷ്യനാണ്, ഒരു സാധാരണ ആലിമുമാണ്. ഇദ്ദേഹം ദീർഘകാലം അവിടെയായിരുന്നു, പാർപ്പള്ളിയിൽ. അങ്ങനെ അദ്ദേഹം അവിടെ ചെന്ന് താമസമാക്കിയതിന് ശേഷം ഒരുപാട് ഖബറുകളെ സംബന്ധിച്ച് ഇന്ന സഹാബിയുടെ ഖബറാണ്, ഇതിന്ന സഹാബിയുടെ ഖബറാണ്, ഇന്ന സഹാബിയുടെ ഖബറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പിന്നെ ഖബറായിട്ട് എന്താക്കി? മുമ്പ് ഇങ്ങനെ സാധാരണ കുറെ മീസാൻ കല്ലും ഖബറും കാണുന്നല്ലാതെ അതൊക്കെ പ്രത്യേകമായി അടയാളപ്പെടുത്തി രൂപപ്പെടുത്തി ഇന്ന് ചെല്ലുന്നവർക്കൊക്കെ വ്യക്തമായി ഇന്ന സഹാബാക്കളുടേതാണെന്ന് പറയാം. എന്താ തെളിവ്? അദ്ദേഹം മൂല്യർ പറഞ്ഞല്ലാതെ അദ്ദേഹം മൂല്യർ പറഞ്ഞാൽ മതി, അതിനുള്ള ആളാണ്. അവിടെ ഒച്ചപ്പാണ്ടാക്കിയില്ല മാറ്റേര്. അങ്ങനെ അദ്ദേഹം മൂല്യർ അവിടെ നാട്ടിൽ കച്ചറയും കുൽമാലും ഒക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പറഞ്ഞേക്കാം. ഇപ്പൊ സ്വന്തം വീട്ടിന്റെ മുറ്റത്ത് തന്നെ ഒരു പള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കോളേജും ഒക്കെ ആയിട്ട് അതിലൊരു മൂപ്പര ദർശനത്തിലൊന്നുമില്ല. ഇങ്ങനെ ഭാഗത്തുമായിട്ട് കൂടുതലാ. മൂപ്പര പേരിൽ മൂപ്പരെ കാണാനോ മറ്റോ ഒക്കെ വരുന്ന ഓരോരുത്തർ കൊടുക്കുന്ന അധികമുണ്ടും മറ്റുകൊണ്ടും ആ പള്ളിയും അതുപോലെ തന്നെ ഈ ദിവസവും നടന്നു വന്നു. മക്കളൊക്കെ അലിമീങ്ങളാ. ഇങ്ങനെയുള്ള മഹാന്മാര്, ഔലിയാക്കന്മാര് അവര് പറഞ്ഞാൽ അത് ഉത്തമ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കാര്യങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യൽ സുന്നികളുടെ പണ്ടേയുള്ള പതിവാ. അല്ലെങ്കിൽ നിങ്ങൾ പോയി നോക്കണ്ടേ പഴയ മഖ്ബറകളൊക്കെ, ഏത് ഔലിയാക്കന്മാരുടെ പഴയ മഖ്ബറകൾ പരിശോധിച്ചാലും അതിനൊക്കെ എന്താ ചരിത്രരേഖ എന്ന് വെച്ചാൽ എന്താ ചരിത്രരേഖ? കണ്ണൂർ ജില്ലയിലൊക്കെ പോയ അധിക പള്ളിക്കലും ഉണ്ടാവും. എന്താ പേര് അറിയോ? ഷെയ്ഖ് വലിയുല്ലാഹി തങ്ങൾ തന്നെ, വേറൊന്നുമില്ല. ഷെയ്ഖ് വലിയുല്ലാഹി തങ്ങൾ. ഏതാണ് ഈ തങ്ങള്? ആർക്കും അറിയില്ല. എന്താ അദ്ദേഹത്തിന്റെ പേര്? ആർക്കും അറിയില്ല. ഏത് കൊല്ലത്തിലാണ് വഫാത്തായത്? അതും അറിയില്ല. ഇദ്ദേഹത്തിന്റെ ചരിത്രം എന്താണ്? അതും അറിയില്ല. പക്ഷേ
ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു മഹാനാണ് എന്ന് അവിടെയുള്ള മുൻഗാമികൾ വിശ്വസിച്ചു പോന്നു. ആ വിശ്വസിച്ചു പോകുന്നതിനെ വിശ്വസിച്ച് ഇന്നും ജാറങ്ങായി സിയാർത്ത് ചെയ്ത് ഉറൂസ് കഴിച്ച് അവിടെ പോയി ദ്വാരുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ചെയ്തോളിയുമാണെങ്കിൽ താല്പര്യമില്ലാത്തവര് പോകണ്ട. നമ്മളൊക്കെ പോയാൽ ഈ ശേഖ് വലിയുള്ളാഹി എന്ന് മാത്രം പറയുന്നോർത്ത് നമുക്കൊരു പൊറുതിയാണ് വേണ്ട. അതേസമയത്ത് അവരോട് ചോദിച്ചു നോക്കി, പണ്ട് കാലത്തെ പാപ്പമാര് കാലത്തെ കാര്യമായ ഒരു വലിയ ഉണ്ടായിരുന്നു. അദ്ദേഹം വഫാത്തായതിനു ശേഷം മറമാടിയ മഹാനവറുടെ ഖബറാണ്. അതുകൊണ്ട് അവരങ്ങനെ വിശ്വസിച്ചു പോരുന്നു. ഈ വിശ്വസിക്കുന്ന മുൻഗാമികളിൽ നിന്ന് കേട്ടറിവ് മാത്രമാണ്. അതുകൊണ്ട് അവിടെ നിന്ന് സിയാർത്ത് ചെയ്യാൻ പാടില്ല എന്ന് ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ഇതാണ് തഅദീമിന്റെ വിഷയം. ഞാൻ എവിടെ എത്തി? ചുരുക്കത്തിൽ നമ്മള് രണ്ട് വഴിയെ വിഷയത്തിലുള്ളൂ. മൂന്നാമത്തേത് തെറ്റാണ്. ഒന്ന്, ഈ പറയുന്ന സാദാത്തീങ്ങളുടെ വാക്ക്, അതുപോലെ തന്നെ അൻസാരികളുടെ വാക്ക് മാത്രം തെളിവായി സ്വീകരിച്ച് മനസ്സിൽ വിശ്വാസവും അംഗീകാരവും തോന്നുന്നവർക്ക് അത് കാണലും അതിനെ ബഹുമാനിക്കലും അതിട്ട് വെള്ളം കുടിക്കലും ഒക്കെ പുണ്യമുള്ള കാര്യമാണ്. അവരുദ്ദേശിച്ച ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവിനെ പൂർത്തിയെടുക്കും. ഒരാൾക്ക് അതിൽ ബഹുമാനം തോന്നുന്നില്ല, വിശ്വാസം വരുന്നില്ല, അംഗീകരിക്കാൻ സാധിക്കുന്നില്ല, അയാളാരും കുറ്റം പറയണ്ട, അയാളതിന് പോകണ്ട, അയാളതിട്ട് വെള്ളം കുടിക്കണ്ട, അയാളതിനെ ആദരിക്കാനും പോകണ്ട. പക്ഷേ തിരുനബി തങ്ങളുടെ നിന്ന് പറയപ്പെട്ടു പോയില്ലേ, അതിനെ അവഹേളിക്കാനോ പരിഹസിക്കാനോ കുറ്റം പറയാനോ മുഅ്മിനായ ഒരാൾക്കും അധികാരമില്ല. അത് നേരത്തെ പറഞ്ഞ ജാതി ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടോളന്നില്ല. ഈ ഇങ്ങനെയുള്ള രണ്ട് പാരമ്പര്യങ്ങളും മുസ്ലിം ഉമ്മത്തിന് ബഹുമാനവും അംഗീകാരവുമുള്ളതാണ്. ആ പാരമ്പര്യം ഉള്ളതുകൊണ്ട് അംഗീകരിക്കാം, അംഗീകാരം തോന്നാത്തവർക്ക് പോകാതിരിക്കാം. പക്ഷേ സുഡാനി പെണ്ണിന്റെ മുടിയാണെന്നോ AP ബുക്കറിലാരെ പെണ്ണുങ്ങളെ മുടിയാണെന്നോ ഒക്കെ പറഞ്ഞു. ഇപ്പൊ ഇന്ന് ഏറ്റവും മുതൽ ലേറ്റസ്റ്റ് ബാർബർ ഷോപ്പിൽ നിന്നിട്ട് കൊണ്ടുവന്ന മുടിയാണ് എന്നതാണ്. ഈ പറഞ്ഞതൊന്നും പറയാൻ മുഅ്മിനീങ്ങൾക്ക് കോലില്ല.